ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്ന സോപ്പായിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അലോവേര സോപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അലോവേര സോപ്പിൻ്റെ കൂടെ ഞാൻ മഞ്ഞളുടെ സോപ്പ് കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താപ്പാടെ വേണ്ടത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന കെമിക്കൽ വേണം, പിന്നെ വെളിച്ചെണ്ണ വേണം, പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂം വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾക്കിപ്പോൾ ആദ്യം വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ഇതിൻ്റെ ഇലയിൽ നിന്നാണ് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. ആ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറ്റാർവാഴ ഇലകൾ കട്ട് ചെയ്തെടുക്കുക. ഞാൻ 5 എടുത്തിട്ടുണ്ട്. 3 ആദ്യം എടുത്തിട്ട് തികയാണ്ട് വന്നപ്പോൾ പിന്നീട് 2 കൂടി എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇനി ജ്യൂസ് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കത്തി അല്ലെങ്കിൽ നൈഫ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് ഇനി കറ്റാർവാഴയുടെ ഇല കട്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം അതിൻ്റെ തണ്ട് മോൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ജ്യൂസ് മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ 2 സൈഡ് ഭാഗത്തായിട്ട് കട്ട് ചെയ്യുക. അതുകൊണ്ട് നെടുകെ പിളർന്നെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ജ്യൂസ് മാത്രം മതി. അതിൻ്റെ പുറമേയുള്ള ആ കവറിങ് അല്ലെങ്കിൽ അതിൻ്റെ തൊണ്ട് അത് വേണ്ട നമുക്ക്. അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഇതുപോലെ പിഴുതെടുക്കുക. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അതിൻ്റെ ഉള്ളിലെ ആ നീര് മാറ്റി വരുന്നത്. ഇപ്പോൾ ഇതൊരു ജെല്ലി രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ 5 കറ്റാർവാഴയുടെ തണ്ടിൽ നിന്നും അത് മാറ്റിയെടുക്കുക. ഇപ്പോൾ ഞാൻ 5 എന്ന് പറഞ്ഞത് ഞാൻ എടുത്ത അളവാണ്. അപ്പോൾ നിങ്ങൾ എത്ര അളവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകപ്പാടെ ഒരു 20% മാത്രം നമുക്കിത് ആവശ്യമുള്ളൂ ജ്യൂസ്. ബാക്കി വരുന്നത് വേറെ കെമിക്കലാണ്. അപ്പം ഞാനത് വീഡിയോയിൽ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ എടുത്ത കറ്റാർവാഴയുടെ നീര് ഒരു ജെല്ലി രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ഭൂരിഭാഗം ഒരു കട്ട പിടിച്ചിട്ടുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ ഇനി അത് നമുക്ക് ജ്യൂസ് രൂപത്തിൽ അല്ലെങ്കിൽ വെള്ളം പോലെ ആക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ നേരത്ത് അത് എല്ലാ ഭാഗങ്ങളിലും എത്തപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കാൻ നേരത്ത് ശരിയാവില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങളതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. മാക്സിമം ഫൈനായിട്ട് അത് അരച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ജ്യൂസ് രൂപത്തിലേക്ക് മാറുന്നതാണ്. ഇനി ഇത് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതൊരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കണം. അതിനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ചിലപ്പോൾ അരയാത്ത ഭാഗങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാത്തൊരു അരിപ്പയാണ്. നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പ അങ്ങനെ എന്തെങ്കിലും മതി, അല്ലെങ്കിൽ തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. ഏകദേശം ഒരു 20% നമുക്കിത് വേണം സോപ്പ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ എത്ര 20% എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ത്രാസ് അല്ലെങ്കിൽ നമുക്കിത് മെഷർമെൻറ്റ് ചെയ്യാൻ കപ്പ്, ഇതുപോലെ കപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് അളന്നെടുക്കാൻ പറ്റും. അത് ഇല്ലാന്നുള്ളവരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പാത്രം, ഏത് സൈസിലുള്ള പാത്രമാണെങ്കിലും കുഴപ്പമില്ല, ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് ആ പാത്രം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കപ്പ് ഉപയോഗിക്കുന്നില്ല, എല്ലാവരുടെയും വീട്ടിൽ ഇത് കാണണമെന്നില്ല. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലബാൻ മുതൽ ഐസ്ക്രീം വന്നൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ തൈര് വന്നൊരു പാത്രമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രത്തിന് 2 പാത്രം കറ്റാർവാഴയുടെ നീര് വേണം. 2 പാത്രം. അപ്പോൾ 20% ആവും. ഒരു പാത്രം എന്ന് പറഞ്ഞാൽ 10% ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 20%. അപ്പോൾ 2 പാത്രം വേണം. അപ്പോൾ ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. ഒരു പരന്ന പാത്രമാണ്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് ഫ്രീസർ വെച്ച് തണുപ്പിക്കണം. അതൊരു ഐസ് ക്യൂബ്സ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നീര് തികയുന്നില്ലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേറൊരു കറ്റാർവാഴയുടെ നീരും കൂടി എടുക്കേണ്ടി വന്നു. അങ്ങനെ 2 പാത്രം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കി മാറ്റാം. ഏകദേശം ഒരു 8 മണിക്കൂർ കൊണ്ട് ഇത് ഐസ് ക്യൂബ് ആവുന്നതാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫ്രീസറിൻ്റെ ഉള്ളിലിട്ട് വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കി മാറ്റേണ്ടതാണ്. അപ്പോൾ ഞാൻ 8 മണിക്കൂർ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു അച്ച് വേണം. അച്ച് ഉണ്ടാക്കിയെടുക്കാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡിൻ്റെ ഒരു പെട്ടിയാണ്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ബോക്സ് വേണം. അപ്പോൾ ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊരു സോപ്പ് പൊടി വന്നൊരു ബോക്സാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം താഴത്ത് വശം ബ്ലോക്കാണ്. ഇത് ബ്ലോക്ക് ഇല്ലാത്ത വശങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ വേറൊരു പീസ് കട്ട് ചെയ്തിരിക്കുക. എന്നിട്ട് ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ വണ്ടർ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഞാനൊരു 3 പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
ഇപ്പോൾ നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ആദ്യം നമ്മൾ വെച്ച ജ്യൂസ് ഇപ്പോൾ ഐസ് ക്യൂബാക്കി മാറിയിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുക്കുക. ഇനി ഇത് ചെറിയ പീസുകളായിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്തത് ഒരു ചെറിയൊരു ഹാമർ വെച്ചിട്ട് അതിൻ്റെ പുറകിലിട്ട് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കെമിക്കൽ ഇടണം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഇടണം. അപ്പോൾ കെമിക്കൽ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് കെമിക്കൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റിക് സോഡ ലൈ ആണ്. അതായത് കോസ്റ്റിക് സോഡയുടെ വെള്ളം രൂപത്തിലുള്ളൊരു കെമിക്കലാണ് കോസ്റ്റിക് സോഡ ലൈ. അതിൽ 49% മാത്രമേ ഇതിൽ കെമിക്കലുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കോസ്റ്റിക് സോഡ ഫ്ലേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നാട്ടിലത് വളരെ വില കുറഞ്ഞൊരു കെമിക്കലാണ്. നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ കടകളിലും ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് കൈ കൊണ്ട് തൊടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് 2 കൈയിലും ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഡേഞ്ചർ കെമിക്കലൊന്നുമല്ല, ഫുഡ് ഗ്രേഡ് കെമിക്കലാണ്. നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇത് ഭയങ്കര രീതിയിൽ ഉപയോഗിക്കുന്നൊരു കെമിക്കലാണ്. അപ്പോൾ 2 കൈയിലും ഗ്ലൗസ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് കെമിക്കൽ ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കാം. ഇപ്പം നമ്മളെടുത്ത കെമിക്കൽ നമുക്ക് 10% വേണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് എടുത്തത് 20% ആണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് എടുത്തു. നമ്മൾ ആദ്യം എടുത്ത ആ ഐസ്ക്രീം കപ്പിന് ഞാനിപ്പോൾ 1 കപ്പ് കോസ്റ്റിക് സോഡ എടുത്തു. അപ്പോൾ നിങ്ങൾ കോസ്റ്റിക് സോഡ ഫ്ലേക്ക് എടുക്കുമ്പോൾ അത് വെള്ളത്തിൽ കലക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മളിത് ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കോസ്റ്റിക് സോഡ വെള്ളം കൂടി ചേരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹീറ്റാവും. അപ്പോൾ ഞാനിതൊരു നിങ്ങൾക്ക് തെർമോമീറ്റർ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഐസ് ക്യൂബാൽ അത് പെട്ടെന്ന് മെൽറ്റായി പോകുന്നതാണ്. നിമിഷം നേരം കൊണ്ട് കോടി വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ താഴെ എടുക്കുള്ളൂ ഇത് മൊത്തം മെൽറ്റായിട്ട് വരാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ഏകദേശം 6.7 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് കാട്ടുന്ന ടെമ്പറേച്ചറാണത്. ഇനി ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ വെള്ളമായിട്ട് മാറുന്നതാണ്. കണ്ടോ, ഇപ്പോൾ തന്നെ അത് അലുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ജസ്റ്റ് ഈ കളറ് നമ്മൾ ഡയറക്റ്റ് നമ്മളെ ജ്യൂസിലേക്ക് കോസ്റ്റിക് സോഡ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഫുള്ള് നാശമായി പോവും. ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമുക്ക് 20% വേണം. അപ്പോൾ വെളിച്ചെണ്ണ ഇതേപോലത്തെ 2 കപ്പ്, 1 കപ്പ് എന്ന് പറയുന്നത് 10% എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 കപ്പ് ജ്യൂസ് എടുത്തിട്ടുണ്ട് 20%, 1 കപ്പ് കോസ്റ്റിക് സോഡ കെമിക്കൽ എടുത്തിട്ടുണ്ട് 30ആയി. ഇപ്പോൾ 2 കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് 50ആയി. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കോസ്റ്റിക് സോഡ വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെളിച്ചെണ്ണ മാറിപ്പോവരുത്. അപ്പോൾ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ ഇത് ചെറിയൊരു കട്ട രൂപത്തിലേക്കായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ 2 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഒലിവ് ഓയിലാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തതെന്ന്. ബാക്കി 5 കപ്പ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം 100%ആയി. അപ്പോൾ ഇതുപോലെ കപ്പിന് ചെയ്യാൻ നേരം നമുക്ക് മെഷർമെൻറ്റ് പാത്രം വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ 1ആയി. ഇപ്പോൾ ഞാൻ 2ാമത്തെ കപ്പ് ഒഴിക്കുകയാണ്. ഇപ്പം ഞാൻ 3ാമത്തെ കപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 5 കപ്പ് ഒഴിക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് എടുത്ത് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ഒരേ ദിശയിൽ തന്നെ ഇളക്കാൻ ശ്രമിക്കുക. ക്ലോക്ക് വൈസ് ആണെങ്കിൽ നിങ്ങൾ ക്ലോക്ക് വൈസ് തന്നെ ഇളക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഇളക്കാൻ പാടില്ല. അപ്പോൾ ഇളക്കി കഴിയുമ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സായിട്ട് ഇതിൻ്റെ അകത്തേക്ക് സ്മെല്ല് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അത്തറാണ്. നമ്മുടെ പെർഫ്യൂം ആഡ് ചെയ്യരുത്. പെർഫ്യൂം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ല് കിട്ടില്ല. അത്തർ തന്നെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ കെമിക്കലൊക്കെ വിൽക്കുന്ന കടകളിൽ ഇതിൻ്റെ സ്മെല്ല് മേടിക്കാൻ കിട്ടും. നമുക്കിപ്പോൾ വേണമെങ്കിൽ ചന്ദ്രികേൻ്റെ സ്മെല്ല് വേണമെങ്കിൽ ചന്ദ്രികേൻ്റെ, മെഡിമിക്സിൻ്റെ വേണമെങ്കിൽ മെഡിമിക്സിൻ്റെ കിട്ടും. ഇനി ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ജാസ്മിൻ്റെ ഒരു പെർഫ്യൂമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പെർഫ്യൂം ഫുള്ള് ഇതിൻ്റെ അകത്തേക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഏകദേശം കട്ടയായി. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സോപ്പിൻ്റേതായിട്ടുള്ള സ്വഭാവമൊക്കെ കാട്ടി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് കെമിക്കൽ സെറ്റാകും. അപ്പോൾ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നല്ല കുറുകി വരുന്നുണ്ട് ഇത്. ഇനി നമുക്കിത് അച്ചിലേക്ക് ഒഴിക്കാം. ഇപ്പം ഞാൻ ഈ സോപ്പിൽ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ മഞ്ഞളിൻ്റെ ഒരു വേരിയൻ്റ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കളറൊന്നുമില്ല, വെള്ള കളറുള്ള സോപ്പ് തന്നെയായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സോപ്പിൻ്റെ ഒരു കളർ കുറച്ച് വ്യത്യാസമുള്ളത്. അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് പോലത്തെ കളർ ഇതിന് കിട്ടുന്നതാണ്. വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇതുപോലത്തെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആയാലും മതി. ഇപ്പം ആ ഐസ്ക്രീമിൻ്റെ നമ്മൾ അളവെടുക്കാനെടുത്ത പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആകൃതിയിലുള്ള സോപ്പ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ബോക്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സോപ്പിൻ്റേതായിട്ടുള്ള ഷേപ്പ് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇതേപോലത്തെ പാത്രത്തിലും നമുക്ക് ഒരു ദിവസം നമുക്കിത് വെറുതെ വെക്കണം. വെറുതെ വെച്ച് കഴിയുമ്പോൾ ഇത് സോപ്പായിട്ട് മാറുന്നതാണ്. കണ്ടോ, ഇനിയിപ്പോൾ നമുക്കിത് പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സോപ്പ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ആദ്യം ഇത് ഈ ബോക്സിൽ നിന്ന് ഇത് അടർത്തി മാറ്റണം. അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ട് ഇത് പൊട്ടിച്ചെടുക്കാവുന്നതാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് സോപ്പ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു മെഷീനാണിത്. അപ്പോൾ ഞാൻ ഒരുപാട് സോപ്പുകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന സോപ്പുകൾ, ഉണ്ടാക്കുന്ന സോപ്പുകൾ ഇവിടെ കുറേ അധികം പേര് യൂസ് ചെയ്യുന്നുണ്ട്. പൈസയൊന്നും വാങ്ങില്ല, ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അളവിൻ്റെ അകത്ത് സ്കെയിൽ വെച്ച് സെറ്റ് ചെയ്യാം എത്ര അളവിൽ സോപ്പ് വേണമെന്ന്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹാൻഡിലുണ്ട്, ആ ഹാൻഡിൽ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു ടങ്കീസാണ് വലിച്ച് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ടങ്കീസാണിത് മുറിച്ച് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ അളവ് എടുക്കുക, കട്ട് ചെയ്യുക, സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുക സോപ്പിൻ്റെ പീസുകൾ. ഈ മെഷീൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി താഴത്ത്, താല്പര്യമുള്ളവർ. ആരെങ്കിലും കാണുമോയെന്നറിയില്ല വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ടങ്കീസ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ മീനൊക്കെ പിടിക്കുന്ന ടങ്കീസ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് സിമ്പിളായിട്ട്, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന ടങ്കീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് താഴത്തേക്ക് മുകളിലേക്ക് വലിച്ചാൽ മതി. കത്തി കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ കിട്ടത്തില്ല, വളഞ്ഞു പോകും നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ടങ്കീസ് വെച്ച് കട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് വീട്ടിൽ തന്നെ, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ വാങ്ങുന്ന സോപ്പുകളിൽ ഒരുപാടധികം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്തൊക്കെ കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഞാനൊരു 2010 മുതൽ ഞാൻ ഏകദേശം 2013 വരെ ഞാൻ തന്നെ ഉണ്ടാക്കിയ സോപ്പുകളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഞാൻ സോപ്പുകളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്, മടി കാരണം ചെയ്യാണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർ, ഞാൻ പിന്നെയും പറയുന്നത്, വീഡിയോ ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. നമ്മളിപ്പോൾ കുറച്ചധികം സോപ്പുകൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ മഞ്ഞളുടെ ഒരു സോപ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അലോവേരയുടെ മാത്രമാണ് നിങ്ങളെ കാട്ടിത്തന്നത്. അത് വീഡിയോക്ക് ടൈം ഒരുപാട് അധികം കൂടിപ്പോവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10-15 ടൈപ്പ് സോപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വാങ്ങുന്ന സോപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ കെമിക്കലാണ് യൂസ് ചെയ്യണതെന്ന്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന സ്മെല്ലിനും പിന്നെ കളറിനും പിന്നെ സോപ്പ് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള കെമിക്കലുകൾ, അങ്ങനെ ഒരുപാടധികം കെമിക്കലുകൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മൃഗക്കൊഴുപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് സോപ്പുകൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും 4 ടൈപ്പ് സോപ്പുകളാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അതിൽ ഏറ്റവും നല്ല സോപ്പുകൾ എന്ന് പറയുന്നതിൽ നമ്മുടെ ചന്ദ്രിക, മെഡിമിക്സ്, പിന്നെ മൈസൂർ സാൻഡൽ സോപ്പ്, അതൊക്കെയാണ് പിന്നെയും കുറച്ചും കൂടി നല്ലത്. നമ്മളല്ലാത്ത സോപ്പുകളൊക്കെ വില കുറഞ്ഞ 10 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സോപ്പുകളിൽ മൃഗക്കൊഴുപ്പാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി അങ്ങനത്തെ സോപ്പുകൾ ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക. ഒരു സോപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കുവാനും പിന്നെ കളറിനും വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്, സ്മെല്ലിന് വേണ്ടിയിട്ട് അടിക്കുന്ന കെമിക്കലുകളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യമാണ് എന്തിന് ഇത്രയധികം കെമിക്കലുകൾ യൂസ് ചെയ്യുന്നത്. അതൊന്ന് സോപ്പിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടും പിന്നെ സോപ്പിൻ്റെ വെയിറ്റ് കൂട്ടാനൊക്കെ ആയിട്ടാണ് ഇൻഡസ്ട്രിയലായിട്ട് അത്രയധികം കെമിക്കലുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സോപ്പ് കെമിക്കൽ യൂസ് ചെയ്യില്ല എന്ന് വെച്ച് സോപ്പ് പറയാണ്ടിരിക്കുകയൊന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാട്ടുന്നതിൻ്റെ തലയിൽ ഈ സോപ്പ് ഇട്ടതാണ് കാട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ കാട്ടാത്തത് കുളിസീനായി പോകും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ 3 തവണ ഊരിപ്പിഴിഞ്ഞിട്ടും അതിൻ്റെ പദം മാറുന്നില്ല, നല്ല രീതിയിൽ പതയും. ആരും ഇങ്ങനെ ചെയ്തു എന്ന് ഓർത്ത് പദം ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ നമ്മളിങ്ങനെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഏകദേശം 45 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. 45 ദിവസം ഇത് വെറുതെ വെക്കണം. അപ്പോൾ ഈ 45 ദിവസത്തെ സമയമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കെമിക്കലുകൾ അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയ സോപ്പുകൾ 45 ദിവസം കഴിയുമ്പോൾ ഷേപ്പിനൊക്കെ ചെറിയ വ്യത്യാസം വരുന്നതാണ്. നമ്മളിപ്പോൾ വാങ്ങുന്ന സോപ്പാകുമ്പോൾ അത് മിഷ്യത്തിൽ പ്രസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഷേപ്പ് മാറാണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സോപ്പ് ഞാൻ 3 മാസം മുമ്പ് ഉണ്ടാക്കിയതാണ്.